ഇന്ന് മാർച്ച് മാസം 3-ാം തീയതി. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അർപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 9-ാമത്തെ അധ്യായമാണ്. ഈ 7, 8, 9 അധ്യായങ്ങളിലെല്ലാം തന്നെ 10, 11 അധ്യായങ്ങളിലെല്ലാം തന്നെ മോശയും അഹ്റോനും മിസ്രൈമിലെ ഫറവോനോട് ഏറ്റുമുട്ടുന്നതായിരിക്കുന്ന ഏറ്റുമുട്ടലുകളുടെ വ്യത്യസ്തമായിരിക്കുന്ന ഭാഗങ്ങളാണ് ഇവിടെയൊക്കെ വിവരിച്ചിരിക്കുന്നത്. ദൈവം മിസ്രൈമിൽ നിരവധി അതിശയങ്ങൾ ചെയ്തു. ന്യായവിധികൾ പലതായി. അതിൽ ചിലതൊക്കെ മന്ത്രവാദികൾ ചെയ്തതായിട്ട് നാം കണ്ടു. പക്ഷേ അവരുടെ ശക്തി ക്ഷയിച്ചു. നാം അവിടെ വായിക്കുന്നത് പരിക്കുകളാൽ അവർക്ക് രാജസന്നിധി നിൽക്കുവാൻ കഴിഞ്ഞില്ലെന്നാണ്. അവിടെ മിസ്രൈമിൽ മുഴുവനും പരുക്കുകൾ വന്നപ്പോൾ മന്ത്രവാദികളെയും വിട്ടില്ല. അവിടെ മന്ത്രവാദം കൊണ്ടൊന്നും അവരെ രക്ഷിക്കാൻ സാധിച്ചില്ല. അവരുടെ ശരീരത്തിൽ മുഴുവനും പരുക്കുകളായി. അവസാനം ഫറവോനോട് പറഞ്ഞു, ഞങ്ങൾക്ക് വരാനായിട്ട് സാധിക്കില്ല, ഇത് ദൈവത്തിൻ്റെ കരങ്ങളാണ്, ഞങ്ങളും പരുക്ക് പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞു. ഈ ദൈവം തൻ്റെ കൃപയുടെ കാലഘട്ടത്തെ മന്ത്രവാദികളെ ഒഴിവാക്കിയിരുന്നു. പക്ഷേ ആ കൃപയുടെ കാലഘട്ടം ഒന്നും നിലനിൽക്കുകയില്ല. മന്ത്രവാദികൾക്ക് സത്യം മനസ്സിലാക്കി മാനസാന്തരപ്പെടാൻ അവസരം ഉണ്ടായിരുന്നു. അവർ മാനസാന്തരപ്പെട്ടില്ലെന്ന് മാത്രമല്ല, അവർ ഫറവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഇതാ അവരുടെ ഹൃദയകാഠിന്യത്തിൻ്റെ ഫലം അവരും അനുഭവിക്കുന്നു. അവരുടെയും ദേഹം മുഴുവനും പരുക്കുകളാൽ നിറഞ്ഞു. ഫറവോൻ ഓരോ തവണയും ഹൃദയകാഠിന്യം കഠിനപ്പെടുത്തിയെന്നാണ്. 5-6 പ്രാവശ്യം ഫറവോൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി. ഓരോ പ്രാവശ്യവും മോശ വിളിച്ച് പറയുന്നത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയും. ഞാൻ നിങ്ങളെ വിട്ടയക്കാമെന്ന് പറയും. പക്ഷേ വ്യാധി ദൈവം മാറ്റി കൊടുക്കുമ്പോൾ ഫറവോൻ വീണ്ടും ഹൃദയത്തെ കഠിനമാക്കും. ഈ ലോകത്തിലെ ആളുകളുടെ വാക്ക് നമുക്ക് തീരെ വിശ്വസിക്കാനൊക്കെയില്ല. അവരെത്ര പ്രാവശ്യം ഫറവോൻ വാക്ക് മാറ്റി. ഓരോ പ്രാവശ്യവും മോശ ഓരോ അതിശയം ചെയ്യുമ്പോൾ, മിസ്രൈമിലെ സഫർ ചെയ്യുമ്പോൾ ഫറവോനെ മോശ വിളിച്ച് പറയും, ശരി ഞാൻ മനസ്സാന്തരപ്പെട്ടു, ഞാൻ തെറ്റിപ്പോയി, ഇപ്രാവശ്യം തെറ്റിപ്പോയി. അവരില്ല. ഈ ലോകത്തിലെ ആളുകളെ വാക്കുകൾ ഊവെന്ന് പറഞ്ഞാൽ ഊവെന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുമല്ല. പക്ഷേ ദൈവമക്കളോട് കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ വാക്കുകൾ ഊവെന്ന് പറഞ്ഞാൽ ഊവെന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ആയിരിക്കണം. ലോകത്തിലെ ആളുകൾ ദൈവത്തിൻ്റെ കൃപ കാണുന്തോറും മാനസാന്തരപ്പെടുകയല്ല, ഹൃദയത്തെ കഠിനമാക്കുകയാണ് ചെയ്തത്. എങ്ങനെ ഇവരെ നമുക്ക് നശിപ്പിക്കാം എന്നുള്ള ചിന്തയിൽ കൂടുതൽ തന്ത്രങ്ങൾ മെനയുകയാണ് ചെയ്തത്. അതാണ് ലോകത്തിൻ്റെ ഗതി എന്ന് പറയുന്നത്. പക്ഷേ ബൈബിൾ എന്താ നമ്മൾ പറയുന്നത്? ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. അപ്പോസ്തലന്മാർ പ്രസംഗിച്ച സുവിശേഷം ആളുകൾ അത് സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടു. നാളെ ആകാമെന്ന് വെച്ചവർക്ക് ആർക്കും രക്ഷിക്കപ്പെടുവാനായിട്ട് കഴിഞ്ഞില്ല. കാരണം ദൈവത്തിൻ്റെ വചനം എപ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കുന്നു, അപ്പോൾ നാം നമ്മെ തന്നെ കീഴ്പ്പെടുത്തി മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുകയാണ് വേണ്ടത്. മിസ്രൈമിൽ ദൈവത്തിൻ്റെ സർവ്വശക്തിയും സർവ്വ അധികാരവും വെളിപ്പെടുത്തിയിട്ടല്ലാതെ ദൈവം ഇസ്രായേൽ മക്കളെ അവിടെ നിന്ന് വിടുവിക്കില്ലെന്ന് തീരുമാനിച്ചു. കാരണം അവർ ദൈവത്തെ ചോദ്യം ചെയ്തു, അവർ ദൈവത്തെ കളിയാക്കി, അവർ ദൈവത്തിൻ്റെ ശക്തിയെ ചോദ്യം ചെയ്തു. ദൈവത്തിൻ്റെ കരങ്ങൾ കണ്ടിട്ടും അവർ മാനസാന്തരപ്പെട്ടില്ല. എങ്കിൽ ദൈവം പറഞ്ഞു, എൻ്റെ ശക്തി മുഴുവനും ഞാൻ പ്രകടമാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം തൻ്റെ ശക്തി മുഴുവനും പ്രകടമാക്കിയ ശേഷമാണ് ഇസ്രായേൽ മക്കളെ അവിടുന്ന് വിടുവിച്ചത്. ഫറവോന് ബോധ്യമായില്ലെങ്കിലും യഹോവയുടെ വചനത്തെ ഭയപ്പെടുന്ന ഒരു കൂട്ടം ജനം ഇസ്രായേലിൽ ഉണ്ടായിരുന്നു എന്നാണ് നാം ആ അധ്യായത്തിൽ വായിക്കുന്നത്. ദൈവത്തിൻ്റെ വാക്കുകളെ, മോശയുടെ വാക്കുകളെ കേട്ടതായിരിക്കും ജനം ഉണ്ടായിരുന്നു. കാരണം ഓരോ അതിശയങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ കന്നുകാലികളെ നിങ്ങളെ വയലിൽ നിന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവന്ന കുറേ ആളുകളുണ്ടായിരുന്നു. ദാസന്മാരെ വയലിൽ നിന്ന് വിളിച്ച കുറേ ആളുകളുണ്ടായിരുന്നു. ആ ദാസന്മാരൊന്നും അന്ന് പെയ്തതായിരിക്കുന്ന കൽമഴയിൽ നശിച്ചു പോകുവാനായിട്ടിടയായില്ല. അങ്ങനെയുള്ള ജന്തുക്കളും നശിച്ചു പോകുവാനിടയായില്ല. ഏത് സമയത്തും അങ്ങനെയാണ്. ഒരു ന്യൂനപക്ഷം ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിച്ചു എന്ന് ഭൂരിപക്ഷം വിശ്വസിക്കുകയില്ല. ഫറവോൻ ജനത്തെ വിട്ടയക്കണമെന്ന് ആഗ്രഹിച്ചതായിരിക്കുന്ന ജനം ഉണ്ടായിരുന്നു. അവസാനം അവരുടെ നിർബന്ധത്തിലാണ് വഴങ്ങിയാണ് ഫറവോനെ സംബന്ധിച്ചത്. ഇപ്പോഴെങ്കിലും ജനത്തെ വിട്ടയക്കുക, അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും നശിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഫറവോന് ബോധ്യമായില്ലെങ്കിൽ യഹോവയുടെ വചനത്തെ ഭയപ്പെടുന്ന ഒരു കൂട്ടം ജനം മിസ്രൈമിലുണ്ടായി. അവയുടെ മോശയുടെ വചനം വിശ്വസിക്കുവാനിടയായി. മോശ എന്ന മനുഷ്യനും അവരുടെ ദൃഷ്ടി വലിയവനായിരുന്നു. ഭൂമി യഹോവയ്ക്കുള്ളതാണ് എന്ന് ഫറവോൻ ഗ്രഹിക്കണം. മോശ വഴി അത് ഗ്രഹിക്കണം. ദൈവം അതിനുവേണ്ടി എന്ത് ചെയ്തു? ഇടിമുഴക്കമുണ്ടാക്കി, ഭയങ്കര ഇടിമുഴക്കമുണ്ടാക്കി, മിന്നൽ ഇടിമുഴക്കമുണ്ടാക്കി. അവസാനം മോശ പ്രാർത്ഥിച്ചപ്പോഴാണ് അത് നിന്നത്. ഫറവോനെ സമ്മതിച്ചു, ഇത് നീങ്ങുവാനായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മോശ പ്രാർത്ഥിച്ചപ്പോൾ ഇടിയും മിന്നലും കൽമഴയും നിന്ന്. പക്ഷേ ഫറവോൻ മാനസാന്തരം ഉണ്ടായില്ല. എത്ര പഠിച്ചാലും പഠിക്കാത്ത മനുഷ്യരെന്ന് പറയാറുണ്ട്. എത്ര പഠിച്ചാലും പഠിക്കാത്ത മനുഷ്യർ, അവരെക്കുറിച്ച് ഒരിക്കലും പ്രത്യാശയില്ല. അങ്ങനെയുള്ള ഒരുവനായിരുന്നു ഫറവോൻ.
അവസാനം ചെങ്കടലിൽ അവനും അവൻ്റെ സൈന്യവും മുങ്ങിച്ചാകേണ്ടതായി വന്നു. അവസാനത്തെ താഴ്ചയിൽ ഒരു പക്ഷേ ഫറവോൻ പറഞ്ഞു കാണും, ഇപ്പോൾ എനിക്ക് മനസ്സിലായി യഹോവ ആരാണെന്ന്. വളരെ താമസിച്ചു പോയി ഫറവോനെ, വളരെ താമസിച്ചു പോയി. മോശയുടെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു. നമ്മുടെ നാട്ടിൽ പറയാറുണ്ടല്ലോ, വിനാശകാലേ വിപരീത ബുദ്ധിയെന്ന്. ഫറവോന് പറ്റിയത് അതാണ്. അവൻ്റെ നാശകാലം വന്നു, വിപരീത ബുദ്ധിയാണ് അവനുണ്ടായത്. സുബോധമായി ചിന്തിച്ചിരുന്നുവെങ്കിൽ ഫറവോന് അതെ ചെങ്കടലിൽ താഴേണ്ട ആവശ്യം വരുമായിരുന്നില്ല. ദൈവം നമ്മോടും പറയുന്ന ബുദ്ധി ഉപദേശം അതാണ്. നിങ്ങൾ സുവിശേഷം കേൾക്കുമ്പോൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ദൈവദാസന്മാർ നിങ്ങളോട് വചനം പറയുമ്പോൾ നിങ്ങളത് അംഗീകരിക്കുക. ദൈവത്തിൻ്റെ വചനം എടുത്ത് വായിച്ചത് വിശ്വസിക്കുക. ഈ വലിയ നാശം ദൈവത്തിൻ്റെ ന്യായവിധി നിങ്ങളുടെ മേൽ വരുന്നത് ഒഴിവാക്കുക. അതിനുള്ള അവസരമാണ് ഇന്ന്. ഇപ്പോഴാണ് സുപ്രസാദകാലം പ്രിയമുള്ളവരെ, ഇപ്പോഴാണ് രക്ഷാദിവസം. എൻ്റെ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ബുദ്ധിപദേശമായി പറയുന്നത്, ഈ നല്ല സമയത്ത് ഈ രാവിലെ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.